പ്രസംഗ വിഷയം കർത്താവ് എനിക്ക് തന്ന ദൈവവചനത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു തിരുവചന ഭാഗമാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഈ ഒരു വേദഭാഗം എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മതി, അത്രയും കൊണ്ട് അത് മുഴുവൻ വായിക്കണമെന്നുണ്ട്. പക്ഷേ അതിനോട് മുഴുവൻ നീതി പുലർത്താനൊക്കത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കുറുവാക്യമായിട്ടെടുത്ത് പ്രസംഗിക്കാൻ പോകുന്ന പദം മാത്രം ഞാനിവിടെ പറഞ്ഞേച്ച് ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വേക്ക് അപ്പ്, സ്ട്രെങ്തൻ വാട്ട് റിമെയിൻസ് ആൻഡ് ഈസ് അബൌട്ട് ടു ഡൈ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ദൈവസഭയെ ഈ ചില നാളുകളായിട്ട് ഓർമ്മിപ്പിക്കുവാൻ എനിക്ക് തന്നേക്കുന്നൊരു ദൂത് ഇതാണ്: എവേക്ക്, ഉണർന്നുകൊള്ളുക, ആൻഡ് സ്ട്രെങ്തൻ ദ റിമൈനിങ്സ് വിച്ച് ആർ അബൌട്ട് ടു ഡൈ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ പ്രധാനമായിട്ട് ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു പദമാണ് എവേക്ക്. പല ഭാഷാന്തരത്തിൽ പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേക്കപ്പ് എന്ന് പറയുന്നുണ്ട്, എറൈസ് എന്ന് പറയുന്നുണ്ട്, എവേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അർത്ഥം ഒന്നേ ഉള്ളൂ: നീ ഉണരുക. വേദപുസ്തകത്തിൽ ഈ പദസഞ്ചയങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 184 പ്രാവശ്യം ഈ രണ്ട് പദങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എറൈസ് എന്ന പദം, എഴുന്നേൽക്കുക എന്നുള്ള പദം 147 പ്രാവശ്യവും, എവേക്ക്, ഉണരുക എന്നുള്ള പദം 37 പ്രാവശ്യവും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അർത്ഥം അത് കുറച്ച് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ പദത്തെക്കുറിച്ച് പഠിച്ചാൽ 4 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്, സന്ദർഭങ്ങളിലാണ് ഈ പദം ഉപയോഗിച്ചേക്കുന്നത്. ഈ ഉണരുക എന്ന പദം 4 വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, എസ് എ കമാൻഡ്, ഒരു കൽപ്പനാരൂപത്തിൽ ഈ പദം എന്ത് ചെയ്തിട്ടുണ്ട്? വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഉണരാനല്ല, ഉണർന്നോണം. ആ അർത്ഥത്തിൽ awake, it's a command. അതൊരു കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞേക്കുന്നത്. വേറെ ചില ഭാഗങ്ങളിൽ ഇറ്റ്സ് യൂസ്ഡ് ആസ് എ വാർണിംഗ്, ഒരു മുന്നറിയിപ്പായിട്ട് ഈ പദം എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വാർണിംഗ്. വാർണിംഗ് അവഗണിച്ചാൽ വരുന്ന എന്തുവാന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേ പദം തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് ദൈവസഭയ്ക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഈ പദം ഇറ്റ്സ് എ വാർണിംഗ് ടു ദ ചർച്ച്. സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാർണിംഗ് ആയിട്ടാണ്. മൂന്നാമത് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ആസ് എ റിബ്യൂക്ക്, ശാസന രീതിയിലാണ്. നമ്മൾ തന്നെ നീ എണിക്കാൻ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാറില്ലേ? എപ്പോഴാത്? ആദ്യം എണിക്കാൻ പറഞ്ഞു, പിന്നെ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു, പിന്നെ ചോദിച്ചത് എന്തുവാ? അല്ല, പിന്നെ ഒരു ശാസനാരൂപത്തിലാണ് ഈ പദം എന്ത് ചെയ്യുന്നത്? വരുന്നത്. സഭയ്ക്ക് അതും കൂടെ ഉണ്ട്. അവിടെ ഒരു ശാസനാരൂപത്തിലാണ് ദൈവം സഭയോട് ഉണരൂ, എഴുന്നേൽക്കൂ എന്നൊക്കെ പറയുന്നത്. അവസാനം ആസ് എൻ അഡ്വൈസ്, ഒരു ഉപദേശ രൂപത്തിൽ പറയുന്നുണ്ട്: ബെറ്റർ യു അവേക്ക് നൗ. ഇനിയും താമസിക്കാതെ ഉണരുക, നല്ലത് നിനക്ക്. അതൊരു ശാസനാരൂപത്തെക്കാൾ ഉപരി അതൊരു ഉപദേശമാണ്. ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക. അപ്പോൾ ഈ 4 അർത്ഥത്തിലാണ് വിശുദ്ധ ബൈബിളിൽ ഈ പദം ഉപയോഗിച്ചേക്കുന്നത്. ഒരു കൽപ്പനാരൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്,
ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം ഉപയോഗിക്കുന്നു, ഒരു ശാസനയായിട്ട് ദൈവം ഉപയോഗിക്കുന്നു, ഒരു ഉപദേശമായിട്ട് ദൈവം സഭയോട് പറയുന്നു. എന്തിനാണ് നമ്മളോട് ഉണരാൻ പറയുന്നത്? അതാണ് എൻ്റെ പ്രസംഗ വിഷയം. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നാം വായിച്ച വാക്ക് ഇത് സർദീസിലെ സഭയോട് ദൈവം കൊടുക്കുന്ന ഒരു ആലോചനയാ, ഒരു മുന്നറിയിപ്പാ, ഒരു കൽപ്പനയാ, ഒരു ശാസനയാ. എന്താ ആ സഭയോടത് പറയാൻ കാരണം? അടുത്ത വാക്ക് തന്നെ പറയുന്നുണ്ട്. എന്തോ പറയുന്നത്? വായിച്ചാട്ട് നിങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറായ നിന്റെ ശേഷിപ്പിനെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഇഫ് യു ആർ ഗോയിങ് ടു കണ്ടിന്യൂ ഇൻ ദിസ് സിറ്റുവേഷൻ, സൂൺ യു വിൽ ഡൈ. ഇങ്ങനെ തുടർന്നാൽ വേഗം എന്തു ചെയ്യും? അന്ത്യശ്വാസം വലിച്ചോളും. നമ്മുടെയൊക്കെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ സർദീസ് സഭ ഇപ്പോൾ എവിടാണെന്നറിയാമോ? പാലിയേറ്റീവ് കെയറിൽ കിടക്കുക അല്ലേ? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോഗ്യമുള്ള ഒരാളെ അവിടെ കൊണ്ട് കിടത്തത്തില്ല, രോഗം വന്ന എല്ലാവരെയും കൊണ്ട് കിടത്തത്തില്ല. പിന്നെ ആരെയാണ് കിടത്തുന്നത് അവിടെ? ഇനി അധികം നാളില്ല എന്നുള്ള സർദീസ് സഭയുടെ കേസ് ഇതിപ്പോൾ അതാ. സർദീസിൻ്റെ മാത്രമല്ല, പല സഭയുടെയും കേസ് ആ ടൈപ്പാണ്. ചാവാറായ ശേഷിപ്പായിട്ട് കിടക്കുന്ന പറഞ്ഞാൽ ചത്തിട്ടുണ്ടോ? ഇല്ല, ജീവന്റെ തുടിപ്പുണ്ട് അല്ലേ? ഇവിടെ മാത്രം അനങ്ങുന്നുണ്ട്. എവിടാ? തൊണ്ടയുടെ ഈ ഭാഗം മാത്രമേ അനങ്ങുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? So God is giving a warning to the church. The church who is in palliative care. മരണാസന്നമായി കിടക്കുന്ന സഭയോട് ദൈവം പറയുകയാണ്, ഉണർന്നുകൊള്ളുക. Better to awake. എന്നിട്ട് എന്ത് ചെയ്യണം? ചാവാറായ നിന്റെ ശേഷിപ്പുകളെ നീ ഒന്ന് എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. അവിടേക്ക് പോകുന്നതിന് മുൻപ് ഉണർന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാന്ന് നമ്മൾ അറിയത്തുള്ളൂ. Where we are, നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കം വിട്ടൊന്ന് ഉണരണം. അതറിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? They want to continue to sleep. ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എനിക്കിതൊന്നും അറിയണ്ട, എനിക്കിതൊന്നും അറിയണ്ട, നീ എന്തെങ്കിലും ചെയ്തോ. ദൈവം സഭയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക. ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന 100-200 പേരോട് മാത്രമല്ല പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം ദൈവസഭയോടുള്ള ദൂതാണ്. സഭ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഉണരേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓരോ സഭയെടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. ഇവിടെ 7 സഭകളെക്കുറിച്ച് നമുക്ക് കാണാം. ആ 7 സഭയുടെയും അവസ്ഥ എന്താണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഉണർന്നാൽ മാത്രമേ നമ്മുടെ അവസ്ഥ എന്തുവാന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. വേർ വി ആർ, നമ്മളെവിടെ എത്തി നിൽക്കുക, ഇതറിയണമെങ്കിൽ ഉറക്കം വിട്ട് നമ്മളൊന്ന് ഉണർന്നേ പറ്റത്തുള്ളൂ. നോക്കാം, ഈ 7 സഭകളുടെ ഈ ദൂതസ് ഈ സഭയോട് പറയുമ്പോൾ മറ്റ് സഭകളുടെ അവസ്ഥ എന്തുവാന്നും കൂടെ നമുക്ക് നോക്കാം. സത്യദൃശ സഭ മാത്രമല്ലല്ലോ. ആദ്യത്തെ സഭ നമ്മൾ കാണുന്ന ഏതാണെന്നറിയാമോ? എഫെസോസ് സഭയാ. എഫെസോസ് സഭയുടെ അവസ്ഥ എന്തുവാ ഉണരാൻ പറയുന്നത്? ഈ സഭകളോട് ഉണരാൻ പറയുമ്പോൾ എഫെസോസ് സഭയുടെ അവസ്ഥ എന്നാണെന്നറിയാമോ? ആദ്യ സ്നേഹം അവർ വിട്ട് കളഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ ആദ്യ സ്നേഹം വിട്ടെങ്കിലും, അതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണ്ടേ, വേറൊരു 3 നല്ല കാര്യം അവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുവാ? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും. ആഴമായ ദൈവസ്നേഹം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഇൻടോളറൻസ് ടു ഫാൾസ് ഡോക്ട്രിൻ.
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ദുരുപദേശങ്ങളോടുള്ള ശക്തമായ എതിർപ്പ്. പക്ഷെ ആൾക്ക് ദൈവസ്നേഹമൊന്നും ഇല്ലട്ടാ. ദുരുപദേശങ്ങളോടുള്ള ശക്തമായ എതിർപ്പ്. ഈ സഭയ്ക്ക് സഹിക്കത്തില്ല ദുരുപദേശങ്ങളെ. പക്ഷെ എന്തില്ല? ദൈവത്തോടുള്ള ആദ്യ സ്നേഹം അവർക്ക് ഇല്ല. ബട്ട് ദേ ആർ ഇൻടോളറൻസ് ടു ദ ഫോൾസ് ഡോക്ട്രിൻ. 2, എൻഡ്യൂറിങ് ദ ഹാർഡ്ഷിപ്പ്. കഷ്ടം സഹിക്കാൻ ഈ സഭയെ പോലെ വേറെ ആരും ഇല്ല. എന്തോ ഇല്ലേലും ആദ്യ സ്നേഹം ഇല്ലേലും. ആദ്യ സ്നേഹം ഇല്ലെങ്കിലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് നിന്റെ അഭിമാന പ്രശ്നമായതുകൊണ്ട്. എൻഡ്യൂറൻസ് ടു ഹാർഡ്ഷിപ്പ്. 3, zealous to the mission. ദൈവിക പ്രവർത്തികളിലും ഈ സഭ എന്ത് ചെയ്തിരിക്കുക? എരിവുള്ളവരാ. അപ്പൊ ദൈവസ്നേഹം ഇല്ലെങ്കിലും, ദൈവത്തോടാഴമായിരിക്കുന്ന ഒരു പ്രതിപത്തിയും സ്നേഹവും ഇല്ലെങ്കിലും ഇത് 3 നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് 3 ചെയ്യാൻ പറ്റും? ശക്തമായ ഉപദേശത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. പിന്നെ ഏറിയ കഷ്ടങ്ങളിലും വിശ്വാസം കൈവിടാതെ നിൽക്കാം. വിശ്വാസവും സ്നേഹവും 2 2 അത് പ്രത്യേകം ഓർത്തോണം. വിശ്വാസവും സ്നേഹവും 2 2. ഇന്ന് പട്ടിരിക്കുന്നൊരു വലിയ പരാജയം. നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, നമുക്ക് എന്തില്ല? സ്നേഹം ഇല്ലാതായി പോയി. 3, they are zealous to mission. ദൈവിക വേലയിൽ അവരെന്താണെന്നറിയാമോ? ഏറിയ എരിവുള്ളവരാ. പക്ഷെ ആ സഭയെ നോക്കിക്കൊണ്ട് പറയുക, എങ്കിലും നിങ്ങളുടെ ആദ്യ നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള വാസ്തവമാ. പക്ഷെ നിങ്ങൾക്ക് എന്നോടുള്ള ആദ്യ സ്നേഹം എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേക്ക് അപ്പ്. നിങ്ങളൊന്ന് ഉണരണം. എന്തിനു വേണ്ടിയാ? ടു കം ബാക്ക് ടു യുവർ ഫസ്റ്റ് ലവ്. നിങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. 2ാമത്തെ സഭയെ നമുക്ക് നോക്കാം. 2ാമത്തെ സഭ ഇവിടെ കാണുന്ന ഏതാ? സ്മുർണ സഭയാ. എന്താ അവരോട് ഉണരാൻ പറയാൻ കാരണം? അതിൽ 1ാമത്തത് ഇൻടോളറൻസ് ടു ദ ഫേക്ക് മിനിസ്റ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? കള്ള അപ്പോസ്തലന്മാര് എന്ന് പറഞ്ഞാൽ എന്തോ? വ്യാജ സുവിശേഷകന്മാരെ ആ സഭയ്ക്ക് എന്ത് ചെയ്യത്തില്ല? സഹിക്കത്തില്ല. അവർ സുവിശേഷ വേലക്കാരൊന്നുമല്ല. പക്ഷേ അവിടെ പറയുന്നു അപ്പോസ്തലന്മാരല്ലാതിരിക്കുക, അപ്പോസ്തലന്മാർ. അപ്പോൾ അതിനെ ഞാൻ എല്ലാം കൂടെ ഒറ്റ ഇതിനകത്ത് കൊണ്ട് ഇൻടോളറൻസ് ടു ദ ഫാൾസ് മിനിസ്റ്റേഴ്സ്. 2, ഒത്തിരി പീഡനങ്ങൾ സഹിച്ച സഭയാ. മറ്റ് ദോഷകരമായ ഒന്നും ഈ സഭയെക്കുറിച്ച് പറയുന്നില്ല. പറയാനൊന്നുമില്ല. അവരിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം they were very poor. അതുകൊണ്ട് എൻ്റെ ഭാഷയെ പറഞ്ഞ ഈ ലോകത്തിൻ്റെതായ ഒന്നും ഈ സ്മുർണ സഭയിലെ വിശ്വാസികളുടെ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. കാര്യം തന്നെ they are very poor. സാമ്പത്തികമായിട്ട് വളരെ ഇതാ. 3ാമത്തെ സഭയിലേക്ക് നമുക്ക് കടന്നു വരാം. പെർഗമോസ് സഭയോട് ഉണരാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നാ? അവിടെ നമുക്ക് കാണുന്നു ഈ സഭയോടും ദൈവം പറയുന്നുണ്ട്, മാനസാന്തരപ്പെടണം. There is something that lacks in them. അപ്പോൾ ഓരോ സഭകളോടും പറഞ്ഞിട്ട് കർത്താവിന് പറയാനുള്ള ഒറ്റ ഒരു കാര്യം എന്നാണെന്നറിയാമോ? യു ഹാവ് ടു awake. നിങ്ങൾ ഉണരണം. എന്തിനു വേണ്ടിയാ നമ്മളോട് ഉണരാൻ പറഞ്ഞേക്കുന്നത്? ദാറ്റ്സ് മൈ പോയിന്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാ. വൈ വി ഹാവ് ടു awake? നമ്മൾ ഉണരേണ്ട ആവശ്യകത എന്താ? അതിൻ്റെ 1ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുവാ? ടു നോ where you are. നമ്മൾ ആത്മീയമായി ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഉണർന്നേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും കൈമോശം വന്നത് നമ്മളിപ്പോൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതിനെക്കുറിച്ച് നമുക്കിപ്പോൾ എന്തില്ല? അറിവില്ല. കാര്യം എന്നാ? ഉറക്കത്തിൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഉറക്കത്തിൽ ദൈവശക്തി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നമുക്കറിയാം. ആരാ? ശിംശോൻ.
എപ്പോഴാണ് അവന് ദൈവശക്തി നഷ്ടപ്പെട്ടത്? അവൻ ഉറങ്ങുമ്പോഴാ. അപ്പോൾ ഉണർന്നാലേ അറിയത്തുള്ളൂ നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് വരത്തുള്ളൂ. അപ്പം നാം എവിടെ ആയിരിക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ നാം ഒന്ന് ഉണർന്നേ പറ്റൂ. ഉണരേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ നിർത്താം. ഒന്ന്, ഉണർന്നെങ്കിലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ശക്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉണർന്നെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്ത് ചെയ്യുക? ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നീ എന്ത് ചെയ്യണം? നീ ഒന്ന് ഉണരണം. ശക്തി പോയെന്നറിയണമെങ്കിലും നീ എന്ത് ചെയ്യണം? ഉണരണം. എവിടേക്കാണ് എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, എവിടേക്കാണ് എനിക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഇല്ലേ, രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിയുന്നത് വില പിടിച്ച പലതും വീട്ടിൽ നിന്ന് പോയെന്ന്. കുറച്ചുകൂടെ കടത്തി പറയാം. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിഞ്ഞത് മോളും വീട്ടിൽ നിന്ന് പോയെന്ന്. എന്താ സംഭവിച്ചത്? ഉറക്കത്തിൽ അങ്ങ് ഗാഢ നിദ്രയിലായതുകൊണ്ട് വീട്ടിനകത്ത് നടന്ന പലതും എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. വിലയേറിയ പലതും നഷ്ടപ്പെട്ടു. പ്രാണതുല്യം സ്നേഹിച്ച കുഞ്ഞു പോലും എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ കാരണം? അമ്മച്ചിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 മണി വരെ കണ്ണി എണ്ണ ഒഴിച്ചിരുന്നതാ. 2 മണി ആയപ്പോഴാണ് എന്ത് ചെയ്തത്? ഒന്ന് മയങ്ങിപ്പോയത്. ആ നേരം നോക്കി ആളെന്ത് ചെയ്തു? പക്ഷെ ഇത് അറിഞ്ഞത് എപ്പോഴാ? ഉണർന്നപ്പോഴാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് തരിക. വേക്കപ്പ് ടു സീ വാട്ട് യു ലോസ്റ്റ്. നിന്റെ നഷ്ടങ്ങളെ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നീ ഉണർന്നെങ്കിലേ പറ്റത്തുള്ളൂ. 2, ഉണരേണ്ട ആവശ്യകത എന്താണെന്നറിയാമോ? മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, മണവാളൻ നിന്റെ വാതിൽക്കലായിരിക്കുന്നു. ഇല്ലേ? 25-ാം അധ്യായത്തിൽ അർദ്ധരാത്രി മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരുടെ മുമ്പ് പറയുന്നിടത്ത് മയക്കം പിടിച്ച് എല്ലാവരും ഉറക്കമായി. അവിടെ പറയുന്നു, എഴുന്നേൽക്കിൻ, മണവാളൻ എന്ത് ചെയ്തിരിക്കുന്നു? നാം കാത്തിരുന്ന, നാം നോക്കിയിരുന്ന നമ്മുടെ ആത്മമണവാളൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഇനി ഉറങ്ങാൻ നമുക്ക് എന്തില്ല? നേരമില്ല. എനിക്കറിയാം, പലപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് ഒത്തിരി ഇല്ലേ, പുലർച്ചെ ഇല്ലേ, ലേറ്റായി ട്രെയിൻ ലേറ്റ് അവസാനം ഇരുന്നങ്ങ് ഉറങ്ങിപ്പോവും. ആ ഉറങ്ങിയ നേരത്തെ ആയിരിക്കും എന്ത് ചെയ്തത്? ട്രെയിനും വന്നു, ട്രെയിനും പോയി. പിന്നെ ചാടി എഴുന്നേൽക്കുമ്പോൾ ദൂരം മനസ്സിലാകുന്ന ട്രെയിനും പോയി കഴിഞ്ഞെന്ന്. എനിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെ. ഇനി എന്ത് ചെയ്യാനാ? ട്രെയിൻ ആയതുകൊണ്ട് പിന്നെയും കിട്ടും. പക്ഷെ മണവാളം ഇനിയും വരത്തില്ല. ഒറ്റ ഇതേ ഉള്ളൂ. ചിലതൊക്കെ നമുക്ക് പിന്നെയും പ്രാപിക്കാൻ പറ്റും, ചിലത് നമുക്ക് ആയുസ്സിൽ എന്നേക്കുമായി നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭയ്ക്ക് മുന്നറിയിപ്പ് തരിക. എവേക്ക്, ഉണർന്നിരിക്കൂ, മണവാളൻ വാതിൽക്കലായിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും നോക്കിക്കേ, നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങളാ. നാം പറയാറുണ്ടോ, ഇന്നലേക്കാൾ ഇന്ന് നാമൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തു എന്ന് നാം പാടുമ്പോൾ അതനുസരിച്ചുള്ളൊരു ഒരുക്കമോ തിടുക്കമോ വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ ഇതൊരു ഭംഗിപ്പാട്ടായിട്ട് മാറിയോ? നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അതിനുള്ളൊരു ഒരുക്കം, അതിനുള്ളൊരു തിടുക്കം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഉണരുക, നിന്റെ മണവാളൻ നിന്റെ വാതിൽക്കലായിരിക്കുന്നു. അടുത്തത് നാം ഉണരേണ്ട ആവശ്യകത എന്നാണെന്നറിയാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിങ്ങൾക്കൊരു മനുഷ്യനെ കാണാം. അതാരാ? ശിംശോൻ. അവൻ ഉറങ്ങുമ്പോൾ ഉറങ്ങത്തക്ക സകല സാഹചര്യങ്ങളും ഈ ലോകം നമ്മുടെ മുൻപിൽ എന്ത് ചെയ്തു തരും? വെച്ച് നീട്ടിത്തരും. നമ്മുടെ ബലഹീനത എന്താണെന്ന്
അറിയാവുന്ന നമ്മുടെ പ്രതിയോഗി. നിങ്ങൾക്കറിയാമോ, ഈ മുതലയെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ മാർഗമുണ്ട്. മുതലയെ ചൂണ്ടയിട്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, വലയിട്ടും പിടിക്കാൻ പറ്റത്തില്ല. മുതലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്. അതേതാണെന്നറിയാമോ? മുതലയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയുണ്ട്. അതിനെ പിടിച്ച് തിന്നാൻ മുതല എവിടെയാണെങ്കിലും എത്തും. അപ്പോൾ ആ ജീവിയെ കൊന്നിട്ട്, ആ മൃഗത്തെ കൊന്നിട്ട് അതിനകത്ത് നീറ്റുകക്ക നിറയ്ക്കും. ആ ജീവിയെ കൊന്നിട്ട് അതിൻ്റെ അകത്തെ കുടലെല്ലാം എടുത്ത് കളഞ്ഞു വെച്ചാൽ അതിനകത്ത് നീറ്റുകക്ക നിറച്ചിട്ട് ചീങ്കണ്ണി അധിവസിക്കുന്ന നദികളുടെ തീരത്ത് ഇതിനെ കൊണ്ടുവച്ചേക്കും. ഒരു കാട്ടിൻ്റെ ഇടയിൽ ഈ ജീവി ഇങ്ങനെ ഇരിക്കും. ചീങ്കണ്ണി ചാടി വന്ന് ഇതിനെ അങ്ങ് എന്ത് ചെയ്യുന്നറിയാമോ? വിഴുങ്ങും. വിഴുങ്ങി പുള്ളി പോവും. ഇതകത്ത് കിടന്ന് ഇതിൻ്റെ തൊലെല്ലാം ദ്രവിച്ച് നീറ്റുകക്ക അകത്ത് കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നറിയാം? വെള്ളമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റുകക്ക നീറാൻ തുടങ്ങും. അങ്ങനെ ആ ചീങ്കണ്ണിയെ അവർ പിടിക്കുന്നത്. അപ്പം ലോകത്തിനറിയാം നമുക്ക് നമ്മുടെ ബലഹീനത എന്തുവാന്ന്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന്. അത് നമ്മുടെ കണ്ണിന് മുൻപിൽ ലോകം എന്ത് ചെയ്യുന്നറിയാമോ? വെച്ച് നീട്ടും. ശിംശോൻ്റെ ബലഹീനതയായിരുന്നു ആര്? ദലീല മാത്രമല്ല, ശിംശോൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്ത്രീകളെ കാണാം നമുക്ക്. സ്ത്രീകൾ ശിംശോൻ്റെ ബലഹീനതയായിരുന്നു. അതുകൊണ്ട് ശിംശോനെ വീഴ്ത്താനായിട്ട് ശിംശോൻ്റെ ബലഹീനത എന്താണെന്ന് വെച്ചാൽ അതിനെയായിരുന്നു ലോകം നീട്ടിക്കൊടുത്തത്. ആഹാരം ബലഹീനതയായിട്ടുള്ളവരുണ്ട്. ചിലർക്കൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ മതി, കൂടെ പോരും. ചിലർക്ക് നല്ല സാരിയോ ചുരിദാറോ കിട്ടിയാച്ചാൽ മതി കൂടെ പോരാനായിട്ട്. വേറെ ചിലർക്ക് നല്ല ആഹാരം കിട്ടിയാൽ മതി. വേറെ ആൾക്ക് എന്ത് ചെയ്താൽ മതി? നല്ലൊരു ബൈക്ക് കിട്ടിയാൽ മതി. ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം, പാർസൽ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ പ്രസ്ഥാനം വിട്ടാൽ പോവും. കാരണം അവരുടെ ബലഹീനത എന്തുവാണെന്നറിയാം. The world is always offering in accordance with your weakness. പിന്നെ ചിലർക്കൊരു സ്മോൾ കിട്ടിയാൽ മതി. പിന്നെ അങ്ങനെ ആരും ഇവിടെ നമ്മുടെ സഭയ്ക്കകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ എന്തുവാന്നുള്ളത്? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശിംശോൻ്റെ ജീവിതം പരാജയത്തിൽ കലാശിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ ബലഹീനതയെ പിശാച് മുതലെടുത്തു, അവനെ ഉറക്കി. അവൻ്റെ ബലം അവനിൽ നിന്ന് ചോർന്നു പോയി. എന്തുകൊണ്ടാണ് ഉണരാൻ പറഞ്ഞത്? 3 കാരണങ്ങൾ. 1, നീ ചാവാറായിരിക്കുക. ഇപ്പം നീ ഉണർന്ന് ശക്തിപ്പെട്ടില്ലെങ്കിൽ, ഇപ്പം നീ ഉണർന്ന് ബലപ്പെട്ടില്ലെങ്കിൽ, ഇപ്പം നീ ഉണർന്ന് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ, ഇപ്പം നീ ഉണർന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നില്ലെങ്കിൽ നിന്നെ ലോകത്ത് കാണത്തില്ല. അതുകൊണ്ട് നിന്നെ ശക്തിപ്പെടാനായിട്ട് നീ ഒന്ന് ഉണരണം. ശക്തിപ്പെടാൻ എന്താ ചെയ്യണ്ടേ? ബൂസ്റ്റ് കഴിച്ചിട്ടൊരു കാര്യമില്ല. അത് നിൻ്റെ ജഡം ശക്തിപ്പെടും. നിനക്ക് ആത്മാവിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പ്രാപിക്കും. നീ ശക്തിപ്പെടാനായിട്ട് ഉണരാൻ പറയുന്നേ. 2, നമ്മുടെ രക്ഷ ഇന്നലേക്കാൾ ഇന്ന് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ പ്രാണനാഥൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളോട് ഉണരാൻ പറയുക. ഇനി ഉറങ്ങിക്കളയാൻ നമുക്ക് നേരമില്ല, സമയം നഷ്ടപ്പെടുത്താൻ നമുക്ക് നേരമില്ല. ഗെറ്റ് റെഡി, ഉണരുക, പോരായ്മകളെ നികത്തുക, കുറവുകളെ പരിഹരിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക. എണ്ണയില്ലെങ്കിൽ എണ്ണ വാങ്ങിക്കുക. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റായിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യായിരുന്നു? എവിടുന്നെങ്കിലും വാങ്ങിക്കായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യുക. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. ഞാൻ ഈയോടെ സഭയിൽ ചെന്നപ്പം അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ ഒത്തിരി സ്നാനപ്പെട്ടവരുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ടവർ വളരെ കുറവാന്ന് പറഞ്ഞു. നമ്മുടെ സഭയിൽ അത് ബാധമാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഞങ്ങളുടെ പിള്ളേരെല്ലാം ഇങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ചു വന്നു. 12ാം ക്ലാസ്സിലാവുമ്പോഴത്തേന് 12 വയസ്സായപ്പോഴത്തേന് എന്നാൽ ഇനി സ്നാനപ്പെടുക ഇല്ലയോ എന്ന് ചോദിച്ചു. എന്നാ ആവാം എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും അറിയത്തില്ല. വചനം പഠിച്ചിട്ടുണ്ട്. പുള്ളി വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ സഭയിൽ സ്നാനപ്പെട്ട ഒത്തിരി പിള്ളേരുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ടവർ വളരെ കുറവാണ്. നമ്മുടെ സഭയിൽ അങ്ങനത്തെ ഗതികേട് വരത്തില്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സേ, ഞാനൊരു കാര്യം പറയാം. സ്നാനത്തിന് പിള്ളേരെ ഒരുക്കുന്നതിന് മുമ്പ്
അവരെ രക്ഷയ്ക്കായിട്ട് ഒരുക്കണം. സുവിശേഷം പറഞ്ഞ് ആളുകളെ സ്നാനത്തിനായിട്ട് കൊണ്ടുവരുന്ന ദൈവദാസന്മാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, അവരാദ്യം രക്ഷയിലേക്ക് വഴി നടത്തുക. സ്നാനം നമുക്ക് പിന്നെ കൊടുക്കാം. രക്ഷിക്കപ്പെട്ടോളും സ്നാനപ്പെട്ടോളും, അവനെ നിർബന്ധിക്കൊന്നും വേണ്ട. രക്ഷിക്കപ്പെടാത്തവന് വെറുതെ സ്നാനപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ എന്തറിയാമോ, അവൻ അടുക്ക വാതിക്കലായിരിക്കുന്നു. നമുക്ക് ഉണരാം, നമുക്കൊന്ന് ഒരുങ്ങാം. മൂന്നാമത്, ഈ നമ്മുടെ ശക്തി കുറഞ്ഞു പോയോ, എവിടെങ്കിലുമൊക്കെ നമ്മൾ വീണു പോയോ, എവിടെങ്കിലുമൊക്കെ നമ്മൾ പരാജയപ്പെട്ടോ അറിയുന്നെങ്കിൽ, നമ്മുടെ ശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടോ എന്നറിയണമെങ്കിൽ പ്രതിയോഗി നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴേ അറിയത്തുള്ളൂ. ശിംശോനെ ഉണർത്തി, ശിംശോനെ, ഫെലിസ്തീരിത പഴയ പോലെ ഒന്ന് കുടയാൻ നോക്കി. പക്ഷെ കുടച്ചിൽ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ഏശുന്നില്ല. ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി, അവൻ്റെ ബലം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ പ്രതിഷ്ഠകൾ അവൻ നഷ്ടപ്പെട്ടു പോയി. പ്ലീസ് വെയ്ക്ക് അപ്പ്, ഒന്നുണര്, പ്ലീസ് പ്ലീസ്. ഇനിയും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നടക്കല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയോട് വളരെ സ്നേഹത്തോടാകുവാനും ചെയ്യുന്നു. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക. നിൻ്റെ ബലം എവിടെങ്കിലും കുറഞ്ഞു പോയെങ്കിൽ, നിൻ്റെ അഭിഷേകം എവിടെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ദൈവം നിനക്ക് നൽകി തന്ന കൃപ നിനക്ക് എവിടെങ്കിലും ചോർന്നു പോയെങ്കിൽ തിരികെ പ്രാപിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി തരിക. നമുക്കെല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശാസനവും ഞങ്ങൾക്കുള്ള മുന്നറിയിപ്പും ഞങ്ങളോടുള്ള ഉപദേശവും അങ്ങയുടെ കൽപ്പനയുമായിട്ട് ഈ വാക്കുകൾ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകളെല്ലാം അതിൻ്റെ ഗൗരവത്തോടെ ഞങ്ങൾ ഏറ്റെടുത്ത് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ജനത്തെ സമാധാനത്തോടെ അയക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.